لمجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب إلهي نفس الكرباء عن العاصين والأطباء وكل بلية ووباء بأهل البدر يا الله صلاة الله سلام الله رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نجنا واكشف جميع أذية واصرف مكائد العذاب والعقوب بأهل البدر يا الله صلاة الله سلام الله على رسول الله صلاة الله سلام الله على ياسين حبيب الله صلوا وسلموا على الحبيب محمد اللهم صل وسلم وبارك عليه വളരെയേറെ ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവർക്ക്, ആദരണീയരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും ശ്രേഷ്ഠവുമായ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സദസ്സിൽ അല്ലാഹു നമ്മുടെ മജ്ലിസിനെ ഉൾപ്പെടുത്തി തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ഈ മജ്ലിസിലേക്ക് കടന്നു വരുമ്പോൾ പല മുറാദുകൾ വെച്ചിട്ടാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറായ രൂപത്തിൽ നമുക്ക് നിറവേറ്റി തരട്ടെ. എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, മഹാവിപത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ നാടിനെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ രാജ്യത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഈ മാസത്തിന്റെയും ഈ ദിവസങ്ങളുടെയൊക്കെ ബർക്കത്ത് നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരണം വരിക്കുന്ന ഭാഗ്യവാന്മാരായ മുഅ്മിനീങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ നമ്മെയും നമ്മുടെ അഹ്ലികളെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. വളരെ അമൂല്യമായ അവസരമാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. ദുനിയാവിലും ആഖിറത്തിലും മുത്തുനബിയുടെ ഉമ്മത്തായതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ശ്രേഷ്ഠതയെ മനസ്സിലാക്കാൻ ഒരിക്കലും നമ്മൾ വൈകിപ്പോകരുത്. ഓരോ നിമിഷവും അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന, അനുസരണയോടെ പടച്ചറബിന് വിധേയപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. നമ്മുടെ ഈമാൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. ദുശ്ചെയ്തികൾ ചെയ്ത് ഈമാനിന് കുറവ് വരുത്താൻ ഒരിക്കലും ഇടവരരുത്. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ
ഈമാനു യസീദു വയൻഖുസു. ഈമാൻ വർധനവുണ്ടാക്കുകയും ചെയ്യും, അതേ പ്രകാരം കുറയുകയും ചെയ്യും. വർധനവുണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ സൽക്കർമ്മങ്ങളിലാണ്. ഒരു മനുഷ്യൻ തെറ്റു ചെയ്യുക എന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഖുതുബ നിർവഹിക്കുമ്പോൾ പറഞ്ഞതായി സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യന് പനി ബാധിച്ചു കഴിഞ്ഞാൽ അൽ ഹുമ്മ ബരീദുൽ മൗത്ത്, പനി എന്നത് മരണത്തിന്റെ പോസ്റ്റ്മാനാണ്, മരണത്തിന്റെ സന്ദേശവാഹകരാണ് പനി ബാധിക്കുക എന്നത്. അല്ലാഹു എല്ലാത്തരം പനികളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അതേ പ്രകാരം തന്നെയാണ് തെറ്റു ചെയ്യുക എന്നത്. അൽ മആസി ബരീദുൽ കുഫർ, അവിശ്വാസത്തിന്റെ സന്ദേശവാഹകരാണ്, ദൂതരാണ് തെറ്റുകൾ എന്നത്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൈകാലുകൾ കൊണ്ട്, ശരീരത്തിന്റെ സ്വകാര്യ അവയവങ്ങൾ കൊണ്ട്, മനസ്സിലിങ്ങനെ ഉരുവിടുന്ന ചിന്തകളെ കൊണ്ട്, ഇങ്ങനെ തെറ്റിലൂടെ മനുഷ്യനെ കൊണ്ട് നടത്തിപ്പിക്കുകയും അവസാനം അവന്റെ ഈമാൻ നഷ്ടപ്പെടാൻ ഇടവരുത്തുകയും ചെയ്യുന്ന ഒരു ദുര്യോഗം അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സത്യത്തിൽ ഈ മജ്‌ലിസുൻ നൂർ എന്ന ഈ സദസ്സ് ഈമാനിന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഹത്തുക്കളായ അഹ്ലുൽ ബദർ, അവരെയാണല്ലോ അല്ലാഹു ഈമാനിന്റെ ഏറ്റവും മകുടോദാഹരണങ്ങളായി നമുക്ക് കാണിച്ചു തന്നത്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അൻഫാൽ അൻഫാൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമരാർജിത സമ്പത്ത് എന്നാണ്. ഏതാണ് സമരം? ബദർ യുദ്ധമാണ്. ബദർ യുദ്ധത്തിലെ സമരാർജിത സമ്പത്തിനെ കുറിച്ചുള്ള ചർച്ചയെ കുറിച്ച് കുറിക്കുന്ന വാക്കാണ് അൻഫാൽ, സൂറത്തുൽ അൻഫാൽ. ശുദ്ധമായ ആ സൂറത്ത് അധ്യായം ഓടി തുടങ്ങുമ്പോൾ ആദ്യത്തെ ആയത്തുകളിൽ തന്നെ കാണാം മുഅ്മിൻ ആരാണ് എന്ന്, ഈമാനുള്ളവർ ആര് എന്ന്. മഹത്തുക്കളായ അഹ്ലുൽ ബദറിനെ ഉദാഹരണ സഹിതം നേർസാക്ഷ്യങ്ങളായി ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈമാൻ എന്തെന്നും ആരാണ് മുഅ്മിൻ എന്നും അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കിയാൽ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. തീർച്ചയായും ഒരു സത്യവിശ്വാസി എന്നത് ഒന്നാമത്തെ സ്വഭാവം അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഖൽബിൽ പെടച്ചിലുണ്ടാകുമെന്നാണ്. പെടച്ചിലുണ്ടാകും. എന്തുകൊണ്ടാണ് അല്ലാഹു എന്ന് ഓർക്കുമ്പോ, അല്ലാഹു എന്ന് പറയുമ്പോ, അല്ലാഹു എന്ന് സ്മരിക്കുമ്പോ, അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുമ്പോ പെടച്ചിലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അല്ലാഹുവിനെ അനുഭവപ്പെടുന്നതുകൊണ്ട് അല്ലേ? അതൊക്കെ പറഞ്ഞു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് കാരണത്താൽ സ്കൂളുകളും മദ്രസകളൊന്നും ഇല്ല. എന്തുകൊണ്ട്? മഴയെ, ദുരന്തങ്ങളെ, പേമാരികളെ, പ്രകൃതിക്ഷോഭങ്ങളെ, ഇടിയെ, മിന്നലിനെ നമുക്ക് അനുഭവമുണ്ട്. പേടിയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങില്ല, പുറത്തേക്ക് വിടൂല. അല്ലാഹുവിന് അനുഭവം ഉണ്ടായാൽ അല്ലാഹുവിനെ ഭയപ്പെടും ഒരു സത്യവിശ്വാസി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകന്മാർ, അംബിയാ, മുർസലീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുഭവത്തിലൂടെയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. ആ അനുഭവത്തിൽ
അചഞ്ചലമായി നിലകൊള്ളാൻ അഹ്ലുൽ ബദറിന് സാധിച്ചത്. അവർക്ക് അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒന്നും പ്രശ്നമായില്ല. മൻ ഖാഫ അല്ലാഹ് ഖാഫഹു കുല്ലു ശൈ. ആരെങ്കിലും അല്ലാഹനെ പേടിച്ചാൽ ലോകത്തുള്ളവരൊക്കെ ഓനെ പേടിക്കേണ്ടി വരും. കാരണം അവൻ അല്ലാഹുവിനെ പേടിച്ചവനാണ്. അഹ്ലുൽ ബദർ കയ്യിൽ ആയുധങ്ങളില്ല, നിരായുധരായിരുന്നു. സർവായുധ വിഭൂഷിതരായിട്ടാണ് ഖുറൈശികൾ കടന്നു വന്നത്. പക്ഷെ ആയുധമില്ലാത്ത അഹ്ലുൽ ബദറിനെ കണ്ടപ്പോ ഈ അഹ്ലുൽ ബദർ അല്ലാഹനെ പേടിച്ചത് കൊണ്ട് ആയുധമുള്ളവർക്ക് ഇവരെ കണ്ട് പേടിച്ചോടേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. മൻ ഖാഫ അല്ലാഹ് ഖാഫഹു കുല്ലു ശൈ. ഈമാനിന്റെ അനുഭവ സാക്ഷ്യമാണത്. ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും. ഇദാ ദുഖിറല്ലാഹ്, അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, ഹൃദയങ്ങൾക്ക് വിറയുണ്ടാകും. പിന്നെ ഒരു തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ ഒരു തെറ്റിനെ കുറിച്ച് അവർക്ക് അചിന്തനീയമാണ്, ആലോചിക്കാൻ പോലും പറ്റൂല അവർക്ക്. പിന്നെ പറഞ്ഞ ഖുർആൻ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ എല്ലാവരും അവർ ഓതിയാൽ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പാരായണം ചെയ്തു കൊടുത്താൽ, ആയത്തുകളെ സൂക്തങ്ങളെ ഓതി കൊടുത്തു കഴിഞ്ഞാൽ സാദതുഹും ഈമാനാ, ഈമാൻ വർദ്ധിക്കും. ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈമാൻ യസീദു, വർദ്ധിക്കുമെന്ന്. വർദ്ധിക്കുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടം വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായിരിക്കും. എല്ലാം റബ്ബിനെ ഏൽപ്പിക്കോ, എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിക്കും. അതിനകത്ത് ഒരു പണി അവർ എടുക്കുകയാണല്ല. എല്ലാ പണിയും അല്ലാഹു അനുവദിച്ചത് പ്രകാരമുള്ള എല്ലാ നിർബന്ധ ബാധ്യതയും അവർ ചെയ്യും. പക്ഷേ അല്ലാഹുവിനൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും. അതാണ് വിശുദ്ധമായ ദുൽഹിജ്ജ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അയ്യാമുൽ അശ്ർ പഠിപ്പിച്ചു തരുന്നത് അതാണ്. മറ്റുള്ള മാസങ്ങളെക്കാൾ, മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഒരു വർഷത്തെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ് അയ്യാമുൽ അശ്ർ. അല്ലാഹു സത്യമിട്ട് പറഞ്ഞത് വെറുതെയല്ല. റമദാനിപ്പോ നമ്മൾ നല്ല ബഹുമാനിക്കുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. റമദാനിലെ അവസാനത്തെ 10, ഒടുവിലെ 10 നമുക്ക് കുറച്ചും കൂടി ബഹുമാനം കൂടുന്ന 10ആണ്. വിവാദത്തിന് വേണ്ടി ഒരുങ്ങിയവർക്ക്. പക്ഷേ റമദാനിലെ ഒടുവിലെ 10 നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സകാത്ത് അടക്കി കൊടുക്കാണ്ട് അതുണ്ടെങ്കിൽ പോലും ഹജ്ജ് അതിലില്ല. ഹജ്ജ് അതിലില്ല. ഒടുവിലെ 10 ഹജ്ജില്ല. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും ഉണ്ട്. നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, സകാത്ത് കൊടുക്കേണ്ടവർക്ക് സകാത്തുണ്ട്, സ്വതന്ത്രയുണ്ട്, ശ്രേഷ്ഠമായ സ്വതന്ത്രയായ ഉൽഹിയത്തുണ്ട്, ഹജ്ജുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, തസ്ബീഹുണ്ട്, തഹ്ലീലുണ്ട്. ഇല്ലാത്തൊരു കർമ്മമില്ല ഈ 10 ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് അല്ലാഹു സത്യമിട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ ഒരുപാട് ചിന്തകൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തയുമായി പങ്കുവെക്കേണ്ട ചിന്ത സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദത്തുനാ ഹാജർ റളിയല്ലാഹു അൻഹാ, സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം. അനുസ്മരണം എന്നത് മുസ്ലിം ഉമ്മത്തിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് പഠിപ്പിക്കുകയാണ് ദുൽഹിജ്ജ. നമ്മളിപ്പോ അഹ്ലുൽ ബദറിനെ സ്മരിച്ചു. ദുൽഹിജ്ജയും പഠിപ്പിക്കുന്നത് അനുസ്മരണമാണ്.
ഇബാദത്താണ്. ഇബ്രാഹിം നബി ഇസ്ലാമിനെ ഓർക്കണം, എല്ലാ അമ്പിയാക്കളെയും ഓർക്കണം, സ്മരിക്കണം. ഇതൊക്കെ എന്താണ്? ഇബാദത്താണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ആരാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? എല്ലാ നിസ്കാരത്തിലും നമ്മൾ ഓർക്കണം. റുകൂഉം സുജൂദും ഇല്ലെങ്കിൽ പോലും ഇബ്രാഹിം നബി ഓർത്തിരിക്കണം. മൈദസ്കാരത്തിലും ഇബ്രാഹിമിയ സ്വലാത്തുന്ന മുത്തനബിയുടെ സ്വലാത്ത് ചൊല്ലുന്ന ആ സ്വലാത്തിന്റെ പേരെന്താ? ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം ചര്യ, അതാണ് നമ്മളൊക്കെ പിൻപറ്റുന്നത്. നമ്മൾ പറയും മുത്തുനബിയെയാണ് നമ്മൾ പിൻപറ്റുന്നത്. ശരിയാണ്, 100% ശരിയാണ്. എന്നാൽ മുത്തുനബിയോട് അല്ലാഹു എന്താ പറഞ്ഞത്? അനിത്തബിഅ മില്ലത ഇബ്രാഹിം. മുത്തുനബിയെ അന്ന് മില്ലത ഇബ്രാഹിം പിൻപറ്റണേ. നമ്മൾ മുത്തുനബിയെ പിൻപറ്റുമ്പോൾ മുത്തുനബി പിൻപറ്റുന്നത് മില്ലത ഇബ്രാഹിം, ഫലത്തിൽ നമ്മൾ പിൻപറ്റുന്നതും മില്ലത ഇബ്രാഹിം. ശുദ്ധ ഖുർആൻ ഒരിടത്ത് പറഞ്ഞു സുന്നത അബീകും ഇബ്രാഹിം. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ചര്യ, പിതാവാണെന്ന് അല്ലാഹു പഠിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്. നമ്മൾ പഠിക്കേണ്ട, അനുസ്മരിക്കേണ്ട ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ വിശുദ്ധമായ മാസം, ഈ ദിവസങ്ങൾ പകർന്നു തരുന്നത് ആ ഓർമ്മയാണ്. ഞാൻ കടന്നു വന്നത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈമാൻ എന്തെന്ന് അബ്ദുൽ ബദർ പഠിപ്പിച്ചു തന്നത് മില്ലത്ത് ഇബ്രാഹിമിലൂടെ കടന്നു വന്നിട്ടാണ്. അതൊരു മാർഗമാണ്. ആ മാർഗം നേരായ തെറ്റാത്ത വളയാത്ത മാർഗമാണ്. ആ മാർഗത്തിൽ തന്നെ ഞങ്ങളെ കൊണ്ട് നിർത്തണേ റബ്ബേ. നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ ഏഴ് തവണ ഫാത്തിഹ ഓതിച്ച മജ്ലിസുകളിൽ നമ്മൾ ഓതുന്നത്. ഒരു ദിവസം 17 തവണ ഫാത്തിഹ നമ്മൾ ഓതുന്നത് നിർബന്ധമാണ്. നിർബന്ധം അല്ലേ? അല്ലാഹുവേ, നേരായ പന്താവിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. നേരായ പന്താവിലൂടെ സിറാത്തുൽ മുസ്തഖീം. ആറാമത്തായത്താണ് ഫാത്തിഹയിലെ ആറാമത്തായത്. അടുത്ത ആയത്ത് തുടങ്ങുന്നത് ആറാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം വെച്ചിട്ടാണ്. അതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ആറാമത്തെ ആയത്തിന്റെ ഭാഗം വെച്ചിട്ട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവിനെ വളരെ എളുപ്പം പറയാമായിരുന്നു. നേരായ മാർഗ്ഗം എന്നത് സിറാത്തുല്ലാഹ്. അടുത്തായിട്ട് എങ്ങനെ പറഞ്ഞാൽ ആ വഴി അല്ലാഹുവിന്റെ വഴിയാണ് കേട്ടോ. അല്ലെങ്കിൽ സിറാത്തുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ വഴിയാണ് കേട്ടോ. അല്ലെങ്കിൽ സിറാത്തുൽ ഖുർആനി, ഖുർആനിന്റെ വഴിയാണ് കേട്ടോ. അങ്ങനെയൊന്നല്ലല്ലോ അല്ലാഹു പറഞ്ഞത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ നിഅമത്ത് ചെയ്തവരുടെ മാർഗ്ഗമാണത്. അപ്പോൾ ഓതുന്ന നമുക്ക് നിർബന്ധമായി ആർക്കൊക്കെയാണ് അല്ലാഹു നിഅമത്ത് കൊടുത്തത് എന്ന് നോക്കലും പഠിക്കലും. ആർക്കൊക്കെയാണ് അല്ലാഹു നിഅമത്ത് കൊടുത്തത്? ഒന്നാം വിഭാഗക്കാർ മിനൻ നബിയ്യീൻ, അംബിയാ മുർസലീങ്ങളാണ്. രണ്ടാം വിഭാഗക്കാർ വസ്സുദ്ദീഖീൻ, മജ്ലിസിൽ നമ്മൾ പറയപ്പെട്ടവരാണ്. മൂന്നാം വിഭാഗക്കാർ വശുഹദാ, രക്തസാക്ഷികൾ. ഈ മജ്ലിസിൽ നമ്മൾ പേര് പരാമർശിച്ചവരാണ്. വസ്വാലിഹീൻ, അവരും ഈ മജ്ലിസിൽ പരാമർശിച്ചിട്ടുണ്ട്. അവരുടെ മജ്ലിസ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ നിഅമത്ത് ചെയ്തവരുടെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണേ റബ്ബേ. മുത്തനബിയോട് അല്ലാഹു പറയുന്നത് അനിത്തബിഅ മില്ലത ഇബ്രാഹിം. അല്ലാഹു നമ്മളെ ആ മാർഗ്ഗത്തിൽ കുഴിച്ചു നിർത്തി തരട്ടെ. നമ്മൾ ജീവിക്കുന്ന കാലം നമ്മൾ വിചാരിച്ച പോലെ അത്ര സിമ്പിളൊന്നല്ല. പഴയ കാലത്ത് നമ്മുടെ ഉപ്പമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ മുതിർന്ന ആളുകൾക്ക് ഈമാനിനെ സംരക്ഷിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ
മഹാമനീഷിമാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ അവരുടെ ജീവിത ദർശനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് കാണിച്ചു തന്നതുകൊണ്ട് ഈമാൻ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. ഇനിയുള്ള കാലം അതല്ല. സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ട്വിറ്ററിന്റെയും ടെലഗ്രാമിന്റെയും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയും ഇഷ്ടംപോലെ സൈറ്റുകളുടെയും ബ്ലോഗുകളുടെയും കാലമാണിത്. നമ്മുടെയൊക്കെ മക്കൾ സ്ഥിരമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് വെറും ചിത്രങ്ങൾ മാത്രമല്ല, അവരുടെയൊക്കെ ബുദ്ധിയിലേക്ക്, അവരുടെയൊക്കെ ചിന്തകളിലേക്ക്, അവരുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ആശയങ്ങളുടെ ഇഷ്ടം പോലെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുവാനും അവരുടെ ചിന്തകളെ സ്വാധീനിക്കുവാനും പര്യാപ്തമായ എഴുത്തുകുത്തുകൾ, വീഡിയോകൾ, ചിത്രങ്ങൾ, പരാമർശങ്ങൾ, ധാരാളം രേഖകൾ ഇതൊക്കെ ഓർമ്മപ്പെടുത്തി അല്ലാഹുവിൽ നിന്ന്, ദീനിൽ നിന്ന്, ഈമാനിൽ നിന്ന്, വിശുദ്ധ മതത്തിൽ നിന്ന് നമ്മുടെ ബുദ്ധിയെ മാറ്റിക്കൊണ്ടുപോവുകയും ദൈവമില്ല എന്ന് പറയിപ്പിക്കുന്നതിലേക്ക്, ഇങ്ങനെ ഒരു മതദർശനത്തെ പിന്തുടരേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്നതിലേക്ക് കൊണ്ടുപിടിച്ച ശ്രമവുമായി നടക്കുന്ന അനേകം യുക്തിവാദികളുടെയും അനേകം നാസ്തികരുടെയും ചുറ്റുലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ബുദ്ധി ഒരാൾക്കും പണയം വെച്ചു കൊടുക്കാതെ ഏകനായ റബ്ബിനെ കുറിച്ച് ഖാലിസായ ബുദ്ധിയിൽ ആലോചിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലം ഈമാനെ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ. അങ്ങോട്ടേക്കുള്ള യഥാർത്ഥ ദീനി പഠനത്തിലേക്ക്, യഥാർത്ഥ ഇസ്ലാമിക പഠനത്തിലേക്ക് ചലിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്കാവണം, നമ്മുടെ മക്കൾക്കാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ കേൾക്കുന്നത് പോലെ ഒന്നും ഗൗരവങ്ങളോ അതിനേക്കാൾ ഉപരിയാണ് ഇതിന്റെ ഗൗരവങ്ങൾ. അല്ലാഹു നമുക്ക് എന്ത് വില കൊടുക്കുവാനും ഈമാനെ പിടിച്ചു നിർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകൾ അല്ലാഹുവിന്റെ തിരുദൂതരെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ എന്റെ അടുത്തൊരു ദിവസം രാത്രി അല്ലാഹുവിന്റെ തിരുദൂതരെ എന്റെ വീട്ടിലേക്ക് കിടക്കാൻ വന്നു. അന്ന് എന്റെ ദിവസം, എന്റെ ഊഴാണ്. എന്റെ വീട്ടിലേക്ക് വന്നു. എന്നോട് ചോദിച്ചു, ആയിഷ, ഞാൻ എന്റെ റബ്ബിനോടൊന്ന് സംസാരിച്ചോട്ടെ. സമ്മതം ചോദിച്ചു. അങ്ങയുടെ യജമാനനായ രക്ഷിതാവിനോട് സംസാരിക്കുന്നതിന് ഞാൻ എന്തിനാണ് തടസ്സം നിൽക്കേണ്ടത്? എന്തിനാ തടസ്സം നിൽക്കുന്നത്? ഉത്തരേന്ത്യ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സുഗന്ധം ഭയങ്കര ഇഷ്ടമാണ്. സുഗന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഭാര്യമാരോടും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇഷ്ടത്തെ പക്ഷേ എന്റെ കണ്ണിന്റെ കുളിർമ നിസ്കാരത്തിലാണ്. എന്റെ കണ്ണിന്റെ കുളിർമ നിസ്കാരത്തിലാണ് എന്ന് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ കണ്ണിന്റെ കുളിർമ നിസ്കാരം. നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവും ഒക്കെ കണ്ണിന്റെ കുളിർമയായി നമുക്ക് മാറേണ്ടത് അവരൊക്കെ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ് എന്ന് ഉറപ്പ് നമുക്ക് കിട്ടുമ്പോഴാണ്. ഭാര്യനെ കാണുമ്പോൾ സന്തോഷം, മക്കളെ കാണുമ്പോൾ സന്തോഷം, കണ്ണ് നിറഞ്ഞ സന്തോഷം. എപ്പോ അവരൊക്കെ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോ. അതാണ് സൂറത്തുൽ ഫുർഖാൻ പഠിപ്പിച്ചത്. റബ്ബനാ വല്ലദീന യഖൂലൂൻ റബ്ബനാ من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന അടിമകൾ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കട്ടെ. എന്താണ് പ്രാർത്ഥന? ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബനാ ഹബ് ലനാ, ഞങ്ങൾക്ക് നീ ഓശാരമായി തരണേ. നിന്റെ മക്കളിൽ നിന്ന് ഓശാരമായി തരണേ. എവിടുന്ന്? ഞങ്ങളുടെ ഇണയിൽ നിന്ന്. പെണ്ണ് വഴക്കുന്നവന്റെ ഭർത്താവിൽ നിന്നുള്ള അർത്ഥമാണ്. ഭർത്താവ് വഴക്കുമ്പോൾ
അസ്വാജിനാ വദുരിയാതിനാ എന്റെ മക്കളിൽ നിന്ന് എന്റെ മക്കളിൽ എന്റെ ഇടയിൽ നിന്ന് റബ്ബേ ഓശാരമായി ഞങ്ങൾക്ക് തരണേ. എന്ത് തരണം? ഖുർറത്തായും കണ്ണിന്റെ കുളിർമ തരണേ, കണ്ണിന്റെ കുളിർമ തരണേ. അല്ലാഹു നമുക്കത് നൽകട്ടെ. ആ സന്തോഷത്തെ കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഏറ്റവും പ്രഗത്ഭനായ ഖുർആനിന്റെ വ്യാഖ്യാതാവ് മുഫസ്സിർ പറയാണ്, കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭൗതികമായ കാര്യമില്ല. മകന് ₹1,00,000 സാലറി വാങ്ങുന്നത്, അല്ലെങ്കിൽ വലിയ പൊടി പഠിക്കുന്ന ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ മോളെ പഠിച്ചത് വലിയ പണക്കാരന്റെ അടുത്തേക്കാണ്. ആ സന്തോഷം ഈ സന്തോഷം കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ് എന്ന് എനിക്ക് ബോധ്യമാകുന്നതിനെയാണ് കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, സൂറത്തുൽ ഇബ്രാഹിം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ട് മക്കളുടെ പേര് എടുത്തു പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാം. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയാണ്. ആരാണ് എന്റെ റബ്ബ്? അല്ലദീ വഹബ ലി അലൽ കിബരി, എന്റെ വാർദ്ധക്യ സമയത്താണ് എനിക്ക് ഓശാരമായി തന്നത്. ആരെ? ഇസ്മാഈല വ ഇസ്ഹാഖ, എന്റെ ഇസ്മായിലിനെയും എന്റെ ഇസ്ഹാഖിനെയും വാർദ്ധക്യ സമയത്ത് തന്ന റബ്ബേ നിനക്കാണ് സർവ്വസ്തുതി. എന്നിട്ട് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, എന്റെ രക്ഷിതാവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്, സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയും സ്വീകരിക്കട്ടെ. അടുത്ത ദുആ എന്താണെന്നറിയോ? ഇത് പറഞ്ഞിട്ട് അടുത്ത ദുആ എന്താണെന്നറിയോ? റബ്ബി ജഅൽനീ മുഖീമസ്സലാ, പടച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ. എന്റെ രണ്ട് മക്കളുടെ പേര് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ചു. അടുത്ത ദുആ, അല്ലാഹുവേ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ. എന്നെ മാത്രം പോരാ, വമിൻ ദുർരിയതി, എന്റെ മക്കളെയും നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പിതാവാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. മക്കളെയും നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നിസ്കാരം നിലനിർത്തുന്നവരിൽ നമ്മെയും നമ്മുടെ മക്കളെയും അല്ലാഹു ചേർത്ത് തരട്ടെ. പ്രാർത്ഥന നിർത്തുന്നില്ല. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ നീ പ്രാർത്ഥന ഇനിയും സ്വീകരിക്കണേ. അതാണ് കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാൽ. നിസ്കാരം നിലനിർത്തുന്നവർ, അതിനപ്പുറം മനുഷ്യന് വേറൊരു വിജയം, നിസ്കരിക്കാത്തവനൊരു വിജയം ഈ ലോകത്തോ പരലോകത്തോ ഉണ്ടാവുകയില്ല. നിസ്കാരം നിലനിർത്തുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിനെ അനുഭവിക്കുന്നവർക്ക് നിസ്കാരം നിലനിർത്താൻ പറ്റുള്ളൂ. അല്ലാഹുവിനെ അനുഭവിക്കുന്നവർക്ക് നിസ്കാരം നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഓരോ വക്തിലും ഓരോ സമയബന്ധിതമായി അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്താൻ മനസ്സ് ഒരുങ്ങുന്നത് അല്ലാഹുവിനെ അനുഭവിക്കുന്നവർക്കാണ്. നമ്മുടെ മക്കൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നമുക്കതിന് കഴിയുന്നില്ല എങ്കിൽ റബ്ബിനെ നമ്മൾ അനുഭവിച്ചിട്ടില്ല, അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് എത്തിയിട്ട് സമാധാനം നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ ഒരു അയത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല എന്നതാണ്. അല്ലാഹു നമ്മെ യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ അനുഭവ സാക്ഷ്യം അവരുടെ മക്കളിലൂടെ പകർന്നു കൊടുക്കാൻ പടച്ചവനോട് ദുആ ചെയ്തതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അതുണ്ടാവണം. അത് ഓർമ്മപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രമേൽ പ്രയാസങ്ങൾ കടന്നു വന്നിട്ട് പോലും തന്റെ മനസ്സിനെ പ്രയാസങ്ങളൊന്നും ബാധിച്ചിട്ടില്ലല്ലോ. ഒരു പ്രയാസവും മനസ്സിനെ ബാധിച്ചിട്ടില്ല. മാത്രമല്ല, താല്പര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ താല്പര്യങ്ങളാണ്, ഇഷ്ടങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഇഷ്ടങ്ങളാണ്. ഒരു പ്രയാസവും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഏറ്റെടുത്തില്ല. എല്ലാം പടച്ചവന് വിട്ടുകൊടുക്കുകയാണ്.
പരിശുദ്ധമായ ഖുർആൻ ദുൽഹിജ്ജയിലൂടെ വിശിഷ്യ വലിയ പെരുന്നാളിലൂടെ വിശിഷ്യ ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ നമ്മ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് ഹജ്ജ്? ഈ അനുസ്മരണം. ചോദിച്ചു കൊണ്ടിരിക്കുകയോടെ വിശുദ്ധമായ കാബത്തിന്റെ തവാഫിലെടുത്ത് രണ്ടൊക്കെ ക്രിസ്തിക പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയാണ് നിസ്കരിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആ ചോദ്യത്തിന്റെ മറുപടി കൊടുക്കുന്നത് അല്ലാഹുവാണ് ഖുർആനിലൂടെ. വഴി അവരെ തങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് വഴി ഇറക്കുകയാണ്. നിങ്ങളെ മഖാമു ഇബ്രാഹീമിന്റെ പുറകിൽ നിസ്കരിച്ചോളി. അത് മുസല്ലയാണ്. അല്ലാഹു മുസല്ലയായി പരിചയപ്പെടുത്തുന്നത് മഖാമു ഇബ്രാഹീം. മഖാമു ഇബ്രാഹീം അതെന്തുകൊണ്ടാണ്? ദീനിന്റെ ചിഹ്നമാണത്, ശിആറാണത്. ആദരിക്കണം, ആദരവ് പരിധിയുണ്ടാവുന്നത് തഖ്വയുടെ ലക്ഷണമാണെന്ന് ഖുർആൻ. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ഇബ്രാഹിം മഖാം, വിശുദ്ധ കഅബ, ഇസ്മാഈൽ, ഈസാഖ്, അങ്ങനെ സഫ, മർവ, ജംറകൾ, മിന, മുസ്ദലിഫ, അറഫ, എല്ലാ സ്ഥലങ്ങളും ശിആറുകളാണ്, ദീനിനെ അടയാളപ്പെടുത്തുന്ന ചിഹ്നങ്ങളാണ്. അല്ലാഹു പറയാണ് അല്ലാഹു ചിഹ്നങ്ങൾ വെച്ചത് ആദരവ് പ്രകടിപ്പിക്കാനാണ്. ആ ചിഹ്നങ്ങൾ ആരാണോ ബഹുമാനിക്കുന്നത് അത് ഹൃദയത്തിൽ സൂക്ഷ്മതയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അല്ലാഹു ആ സൂക്ഷ്മത നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എന്താണ് പറയുന്നത്? ഒരു കല്ലിൽ രണ്ടു
അടിച്ചു നിർത്തിയിരിക്കുകയാണ്. ആരുമായി ആയത്ത് കാണാം. ആയിരത്തി സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ wudi'a lin-nasi lalladhi bibakkata mubarakan wa hudan lil-'alamin fihi ayatun bayyinatun maqamu Ibrahim wa man dakhalahu kana amina walillahi 'alan-nasi hajjul bayti man istata'a ilayhi sabila. Inna awwala bayt, ലോകത്ത് ആദ്യമായി പടക്കപ്പെട്ട വീട്, ജനങ്ങൾക്ക് വേണ്ടി ലോകത്ത് ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ വീട് അല്ലാഹു പറയുകയാണ് ലല്ലദീ ബിബക്ക. അത് ബക്കയിലുള്ളതാണ്. ബക്ക അല്ലാഹു പറഞ്ഞത്. നമ്മൾ മക്ക എന്നാ പറയാറ്. വിശുദ്ധമായ ഖുർആനിൽ മക്കൾക്ക് ഒരു പര്യായപദം അല്ലാഹു കൊണ്ടുവന്നു. ബക്ക ബക്ക. മക്ക എന്ന അർത്ഥത്തിൽ നിന്ന് മക്ക എന്ന വാക്കിന് അർത്ഥവ്യത്യാസമുണ്ട്. യാതൊരു വിലയുമില്ലാത്ത സ്ഥലമാണ് മക്ക. എല്ലാ അഹങ്കാരിയും അഹങ്കാരത്തിന്റെ മേക്കുപ്പായം മാറ്റിവെച്ചിട്ടല്ലാതെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അവിടെ വസ്ത്രം ഒന്നേ ഉള്ളൂ. എല്ലാവരും ഒരേ വസ്ത്രമാണ്. എത്ര വലിയ പണക്കാരനും തുന്നാത്ത വസ്ത്രം അല്ലേ? എന്തുണ്ടായിട്ടും കാര്യമില്ല. അല തുറന്നിട്ട് അടിമകളെ പോലെയാണ് അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടത്. അടിമയായിട്ട് രാജാതിരാജനായ അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹു പറഞ്ഞ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞ സമയത്ത് നിൽക്കണം. അതാണ് ഹജ്ജ്. പരിപൂർണ വിധേയത്വമാണ് ഹജ്ജ്. പരിപൂർണ അനുസരണയാണ് ഹജ്ജ്. അല്ലാതെ ഹജ്ജിന് എന്താ ചൊല്ലാനുള്ളത്? നമ്മൾ കുറെ ചൊല്ലും അല്ലെ? ഈ സമയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചൊല്ലണ്ടേ? വേറെ എന്താ ചൊല്ലാനുള്ളത്? ചൊല്ലാനായിട്ട് ഒന്നുമില്ലല്ലോ നമുക്ക്. നിസ്കരിക്കുമ്പോ ഫാത്തിഹ ഓതൽ ഫർദാണ്. ഹജ്ജിൽ ഫാത്തിഹ ഓതൽ ഫർദാണോ? ഫർദല്ല. നിയ്യത്ത് വെക്കും. നിയ്യത്ത് വെച്ചിട്ട് പിന്നെ ഒന്നും ചൊല്ലിയിട്ടില്ല എങ്കിലും അള്ളാഹുവിന്റെ പറഞ്ഞപ്പെട്ട ആ സ്ഥലത്ത് നമ്മൾ എത്തിയാൽ ആ അനുസരണക്കാണ് ഹജ്ജ്. വിലയം പ്രാപിക്കലാണ് ഹജ്ജ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്നത്. ഒരു മറുപടിയും തിരിച്ചില്ല. അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കുകയാണ്. 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് അള്ളാഹു മക്കളെ കൊടുത്തത്. എന്നിട്ട് ആ മക്കളെ കൊടുത്തതിന്റെ ശേഷം അള്ളാഹു പറയുകയാണ്, അതും സ്വപ്നത്തിലൂടെ, നിരന്തര സ്വപ്ന ദർശനം. മകനെ അറുക്കണം, മകനെ അറുക്കുന്നതായിട്ട് സ്വപ്നം. 3 ദിവസം, 1 ദിവസം കഴിഞ്ഞു ശ്രദ്ധിച്ചു, 2 ദിവസം കഴിഞ്ഞു ശ്രദ്ധിച്ചു, 3 ദിവസം കഴിഞ്ഞു ശ്രദ്ധിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോ സ്വന്തമായി തീരുമാനം എടുത്തിട്ട് മകൻ ഉറങ്ങിക്കിടക്കുമ്പോ കഴുത്തിൽ കയറ് മുറുക്കി ബോധം എടുത്തിട്ട് എടുത്തു കൊണ്ടുപോയതല്ല. സയ്യിദുനാ ഇബ്രാഹിം മകന്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ മോൻക്ക് എന്ത് വിവരം ഉണ്ടായിരിക്കണം? മകന്റെ അടുത്ത് ചെല്ലുകയാണ്. വിശുദ്ധ ഖുർആൻ യാ ബുനയ്യ, പൊന്നുമോനെ. 8 വയസ്സുകാരൻ പൊന്നുമോനോട് അഭിപ്രായം ചോദിക്കണമെങ്കിൽ ആ പിതാവിന്റെ ഉള്ളിലുള്ള ഈമാൻ എത്രത്തോളം വലുതാണ്. അത് പറയപ്പെടുന്ന കേൾക്കുന്ന മകന്റെ ഹൃദയത്തിൽ ഈമാൻ എത്ര വലുതാണ്. പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. അന്യത് പഴുക്ക, നിന്നെ ഞാൻ വലിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മോനെ, എന്റെ അഭിപ്രായം നീ ചൊല്ലു, നീ പറയൂ നിന്റെ അഭിപ്രായം. അല്ലെ? മകന് പലതും തോന്നും. ബാപ്പ എന്ത് പോയത്താണ് പറയുന്നത്? സ്വപ്നത്തിൽ കണ്ടതിൽ എന്നെ പിടിച്ചടക്കേ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഇത്ര കാലം ഉണ്ടായ കുട്ടിയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ബാപ്പ? അതല്ലല്ലോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞത്. യാ അബതി, യാ അബി എന്ന് വിളിച്ചാൽ മതി, സ്നേഹം കൂടുതൽ കൊണ്ടാണ്. യാ അബതി, പൊന്നു പിതാവേ, ഇഫ്അൽ മാ തുമർ, കൽപ്പിക്കപ്പെട്ടത് പ്രകാരം തന്നെ ചെയ്തുകൊള്ളൂ. എന്നെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട, വ്യസനിക്കണ്ട. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ,
ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ രക്ഷിതാവിന്റെ വിധിയിൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് എത്തിക്കാം ബാബ. എനിക്ക് അശേഷം ദുഃഖമില്ല, നിങ്ങളും ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹുവല്ലേ എന്നെ നിങ്ങൾക്ക് തന്നത്. ആ റബ്ബ് നിങ്ങളോട് പറയുമ്പോ റബ്ബ് പറയുന്നത് പോലെ പ്രകാരം ചെയ്യാൻ എന്തിനാ നിങ്ങൾ വ്യസനിക്കുന്നത്? ചെയ്തോളൂ. മകൻ പറഞ്ഞു കൊടുത്ത, മകൻ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ പ്രകടനം ചരിത്രത്തിൽ കാണാം. മിനയിൽ കൊണ്ടുപോയി കഴുത്തിൽ കത്തി വെച്ചിട്ട് മുറിയാതെ വന്നപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ബാപ്പ കത്തി വറക്കുന്നുണ്ടല്ലേ, എന്റെ മുഖം നോക്കിയിട്ട് കത്തി വെക്കാൻ പറ്റുന്നില്ലാതെ ഞാൻ കമിഴ്ന്ന് കിടന്നു തരാം. മുഖത്ത് നോക്കിയിട്ട് അറക്കാൻ ബാപ്പക്ക് പറ്റാനിട്ടാവും, ഞാൻ കമിഴ്ന്ന് കിടന്നു തരാം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറം വേറൊരു തീരുമാനമില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനപ്പുറം വേറൊരു ഇഷ്ടമല്ല. കിട്ടിയതൊക്കെ റബ്ബിന്റെ, തരാനും തന്നതൊക്കെ റബ്ബിന്റെതാണ്, കൊണ്ടുപോയതൊക്കെ റബ്ബിന്റേത് തന്നെയാണ്. ഇനി കുറച്ചൊക്കെ നമുക്ക് ബാക്കിയുണ്ട്, അതിനൊക്കെ അവധിയുണ്ട്. ആ അവധി കഴിഞ്ഞാൽ അള്ളാഹു കൊണ്ടുപോകും. എല്ലാം റബ്ബിന്റേതാണ്. മോളോട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റിയാദുസ് സ്വാലിഹീനിൽ കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ തിരുദൂതൻ സ്വഹാബികളുടെ അടുത്ത് ഇരുന്ന് ഹദീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നേരം മുത്തലിബിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. മോള് പറഞ്ഞതാണ് സൈനബ് ബീവി. ആൾ വന്നിട്ട് മുത്തലിബിയോട് പറഞ്ഞു, പേരക്കുട്ടി മരണശൈലിയിലാണ്, മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്, വലിയൊരു അസുഖം പിടിച്ചിട്ടുണ്ട്, മരണക്കിടക്കയിലാണ് മോനുള്ളത്, പേരക്കുട്ടിയുള്ളത്. നബിയെ അമ്മൊന്ന് വരണം. അല്ലാഹുവിന്റെ തിരുദൂതൻ വന്ന ആളോട് പറഞ്ഞു, എന്റെ മോളോട് സലാം പറയണേ. സലാം പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യം മോളോട് പറയണേ. എന്റെ മോളോട് പറയണം, നമ്മളിൽ നിന്ന് അല്ലാഹു കൊണ്ടുപോകുന്നതുണ്ടല്ലോ, കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ. നമുക്ക് കുറച്ച് ബാക്കിയുണ്ട്, ആ ബാക്കിയുള്ളതും റബ്ബിന്റേതാണ്. ബാക്കിയുള്ളതിനൊക്കെ അവധിയുണ്ട്. അവധി തീരുമ്പോ അതും അല്ലാഹു കൊണ്ടുപോകും. നമുക്കെന്താ ചെയ്യാനുള്ളത്? ക്ഷമിക്കണം മോളെ, ക്ഷമിച്ചാൽ മാത്രം പോരാ, കൂലിയും പ്രതീക്ഷിക്കണേ. ഇസ്മായിൽ നബി അതാ ചെയ്തത്. അല്ലാഹുവല്ലേ എന്നെ തന്നത്, എന്നെ കൊണ്ടുപോകാൻ ബാപ്പയ്ക്ക് വസല്ലം. ഞാൻ ക്ഷമിക്കുന്നവരെ എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയും ബാപ്പ. കൂലി പ്രതീക്ഷിക്കുന്ന ക്ഷമിക്കുന്നവർ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഈ ബോധമുണ്ടെങ്കിൽ ദുനിയാവ് നമുക്കൊരു പ്രശ്നമല്ല മുഅ്മിനീങ്ങളെ. ഈ ബോധമുണ്ടെങ്കിൽ ഈമാനിന്റെ കാര്യത്തിൽ നമുക്കൊരു വ്യസനം ഉണ്ടാവില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് ആ ബോധവും യഥാർത്ഥമായ അർത്ഥശക്തിക്കിടയിലാത്ത വിധം ഈമാനിന്റെ ശരീരായ രൂപത്തിൽ തന്നെ നിലനിൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എവിടുന്നാ ഇസ്മായിൽ നിന്ന് പഠിച്ചതല്ലേ? ഉമ്മയിൽ നിന്ന്. അൽ ഉമ്മു മദ്രസ, ഉമ്മയുടെ മദ്രസ, പാഠശാല ഉമ്മയാണ്. 5 വയസ്സ് കഴിഞ്ഞിട്ടാണ് മദ്രസയ്ക്ക് കൊടുക്കുക. പക്ഷേ 5 വയസ്സ് വരെ ഉമ്മയുടെയും ഉപ്പയുടെയും മടിത്തട്ടിലാണ്. പാഠശാല മദ്രസ ഉമ്മയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോര പൈതലുമായിട്ടാണ് വിശുദ്ധ ഹറമിൽ വരുന്നത്. ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ആക്കി പോകണമല്ലോ, മക്കയിൽ കൊണ്ടാക്കാറുണ്ട്. അവിടൊക്കെ വേറെ ആൾക്കാരുടെ എന്തെങ്കിലും ഒന്ന് കയറി പോകുന്നതായിരിക്കാം. ഇവിടെ അതൊന്നല്ല, ഭൂമിയാണ്. ഹിംസ ജന്തുക്കളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. ഒഴിവാക്കപ്പെട്ട സ്ഥലമാണ്. അവിടെയാണ് ഒഴിവാക്കാൻ കൊണ്ടുവന്നതല്ല, താമസിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. അല്ലാഹുവിന്റെ വിധി പ്രകാരം ഒരു ചോദ്യം മറന്നു വെച്ചില്ലല്ലോ. അവിടെ ഒരു ആളുകളെ എങ്ങനെ എന്റെ മക്കളെ ഞാൻ അവിടെ ആക്കും ചോദിച്ചില്ല. അല്ലാഹുവിന്റെ വിധി ഞാൻ ഏറ്റെടുക്കുകയാണ്. റബ്ബി ഇന്നി അസ്കന്തു, പ്രാർത്ഥന കാണാം വിശുദ്ധ ഖുർആനിൽ. റബ്ബി ഇന്നി അസ്കന്തു ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ. അല്ലാഹുവേ, റബ്ബി എന്റെ രക്ഷിതാവേ, ഇന്നി അസ്കന്തു, ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട് എന്റെ മക്കളെ. എവിടെ? ഒരു കൃഷി പോലും ഇല്ലാത്ത, ഒരു മുള പോലും പൊട്ടാത്ത ഭൂമിയിലാണ് എന്റെ മക്കളെ ഞാൻ താമസിപ്പിച്ചത്.
പഠിപ്പിച്ചിട്ടുള്ളത്. പഠിച്ചോനെ, അത് നിന്റെ ഭവനത്തിന്റെ അടുത്താണ്. എന്തിനു വേണ്ടി? നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടാൻ അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഒറ്റ ലക്ഷ്യം, നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടാൻ. നിന്റെ ഭവനം, ആ ഭവനത്തിലേക്ക് ലോക മുസ്ലിമീങ്ങൾ തിരിഞ്ഞ് നിസ്കരിക്കുന്നത്, ആ ഭവനങ്ങളെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കെട്ടിപ്പടുത്തത്, ആ ഭവനം കെട്ടിപ്പടുത്തത് മഖാമു ഇബ്രാഹിമിൽ ചവിട്ടി നിന്നിട്ടല്ലേ? ആ മഖാമു ഇബ്രാഹിം ഒരു ഉയർച്ച പോലെ നിന്നിട്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിച്ചത്? അല്ലാഹുവിന്റെ ആഹ്വാനം ഖുർആനിൽ കാണാം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വിളിക്കൂ ഇബ്രാഹിം നബിയെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഈ ഭവനത്തിലേക്ക് എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മുക്കിൽ നിന്നും മൂലയിൽ നിന്നും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വരും. വിളിക്കൂ ഇബ്രാഹിം നബിയെ. അല്ലാഹു ലബ്ബൈക ചൊല്ലി അവിടെ എത്തുന്നവരിൽ നമ്മയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഈ വർഷം നമ്മളിൽ നിന്ന് ഹജ്ജിന് പോയവർക്കൊക്കെ അല്ലാഹു ശരിയായ രീതിയിലുള്ള ഒരു കുറ്റവും ഒരു കുറവുമില്ലാത്ത നല്ല അമലുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ നിഷ്കളങ്കതയിൽ തിരിച്ചു വരാനും അത് അവരുടെ ജീവിതത്തിലും അതീ നാട്ടിലും അതീ സമൂഹത്തിലും ഏറ്റവും നല്ല വിശുദ്ധിയിലാവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചതാണ്. എങ്ങനെ പഠിപ്പിച്ചു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ആക്കി പിരിഞ്ഞു പോകുന്ന നേരം വിശുദ്ധ ഖുർആൻ ആ ഭാഗം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ പോകുകയാണോ? ഭർത്താവാക്കി പോകുന്ന നേരത്ത് ഏതൊരു പെണ്ണും ചോദിക്കുന്നത് പോലെ ഹാജർ ബീവി ചോദിച്ചു, നിങ്ങൾ പോകുകയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും പറഞ്ഞില്ല. കടലിരമ്പുന്നുണ്ട് ഹൃദയത്തിൽ. പൊന്നുമോനെയും അരുമയായ പ്രിയപ്പെട്ട ഭാര്യയുമാണ് ആരോരുമില്ലാത്തൊരു സ്ഥലത്താക്കിയിട്ട് തിരിച്ചു പോകുന്നത്. നിങ്ങൾ പോകുകയാണോ? ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഹാജർ ബീവി ചോദ്യം മാറ്റിപ്പിടിച്ചു, അല്ലാഹു അമറക ബിഹാദാ. എടുത്തു പറയുന്നത്, അല്ലാഹു അമറക ബിഹാദാ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അല്ലാഹു ആണോ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അല്ലാഹു ആണോ പറഞ്ഞത്? അപ്പൊ ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞു, അതെ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഉടനെ ഹാജർ ബീവി പറഞ്ഞു, ഇദൻ ലാ യുഗയ്യനാ. എന്നാ പിന്നെ നിങ്ങൾക്ക് പോകാം. ആ റബ്ബ് ഞങ്ങളെ കഷ്ടപ്പെടുത്തൂല, ആ റബ്ബ് ഞങ്ങളെ നഷ്ടപ്പെടുത്തൂല. തവക്കുലാണത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈമാനിന്റെ മൂന്നാമത്തെ സ്വഭാവമായിട്ട് പറഞ്ഞ തവക്കുൽ. ഒന്ന് അല്ലാഹ് എന്ന ചിന്ത, രണ്ട് ഖുർആൻ ഓതുമ്പോഴുള്ള ഈമാന്റെ വർദ്ധനവ്, മൂന്ന് തവക്കുൽ ഭയമേൽപ്പിക്കുക. ഒന്നും പ്രശ്നമല്ല, എന്റെ റബ്ബുണ്ട്. ഒന്നും പ്രശ്നമല്ല, എന്റെ റബ്ബ്. നമ്മളവിടേക്ക് എത്തണം. അല്ലാഹു നമ്മുടെ അങ്ങോട്ട് എത്താനുള്ള കുറവൊക്കെ നമുക്ക് നികത്തി തരട്ടെ. ആമീൻ. ഒന്നും പ്രശ്നമാവരുത്. നമുക്ക് ഏതു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം, ഏതവസ്ഥയിലും നമുക്ക് ജീവിക്കാൻ പറ്റണം, അല്ലേ? എന്തും നമ്മൾ പ്രതീക്ഷിക്കാം, എന്തും പ്രതീക്ഷിക്കാം. ഇബ്രാഹിം നബി ഇസ്ലാം പഠിപ്പിച്ചു തരുന്നതാണ്. ഇബ്രാഹിം നബി ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് തന്നെ അതിനെയാണ്. തൗഹീദിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന ഒരു മുസ്ലിമിന്റെ, അല്ലാഹുവിനെ, ഏകനായ റബ്ബിനെ അനുസരിച്ച് അതിലേക്ക് ക്ഷണിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനുണ്ട് എന്ന് ഇബ്രാഹിം നബി പഠിപ്പിച്ചതാണ്. നമ്മൾ ലോകത്തൊക്കെ അതല്ലേ കാണുന്നത്. റോഹിംഗ്യകൾ ആട്ടി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സിറിയയിലും ഇറാഖിലും ഇറാനിലും അഫ്ഗാനിസ്ഥാൻ ലോകമൊട്ടുക്ക് മുസ്ലിങ്ങൾക്ക് പ്രയാസം. എന്തേ? എണ്ണാന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ബോംബുണ്ടെന്നും അല്ലെങ്കിൽ മാരകായുധങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് റെയ്ഡ് നടത്തുമെങ്കിലും അടിസ്ഥാനപരമായ ഉദ്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ വിശ്വസിച്ചു എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചു എന്നതാണ്, അല്ലേ? 26 വർഷം കഴിഞ്ഞിട്ട് തിഹാർ ജയിലിൽ കുറച്ച് ആൾക്കാരെ 21 ആളുകളെ കഴിഞ്ഞതിനെ സൂചിപ്പിച്ചു. നിരപരാധികളാന്ന് പറഞ്ഞിട്ട് വിലപ്പെട്ട 26 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്തേ അവർ ഇത്ര വർഷം പിടിയിട്ടു? ലാ ഇലാഹ ഇല്ലല്ലാഹ് കാരണം അതിന് പറഞ്ഞില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ചു തരുന്നത്. ആബ് ഹേ, നമ്രൂദ് ഹേ, ഔലാദ് ഇബ്രാഹിം ഹേ. ഇനിയും വരും, നമ്രൂദുമാരും
കല്ലിൽ നിന്ന് വലിയ ഇരുമ്പിന്റെ ദണ്ട്, നീളമുള്ള തോട്ടി പോലെയുള്ള ഇരുമ്പിന്റെ ദണ്ട്, ആ ഇരുമ്പിന്റെ ദണ്ടിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ചങ്ങലകളിൽ ബന്ധിച്ച് ക്രെയിന് പോലെ ഈ ഇരുമ്പിന്റെ വടിയുടെ അറ്റത്ത് കൊളുത്തിയിട്ട് ആഴത്തിലുള്ള കുഴിയെടുത്ത് മാസങ്ങളോളം കത്തിച്ച് ചൂടാക്കപ്പെട്ട അഗ്നികുണ്ടാരം ആകാശത്തുകൂടെ പറക്കുന്ന പറവകൾ പോലും ചിറകരിഞ്ഞ് കത്തിച്ചാമ്പലായി താഴോട്ട് വീഴുന്ന അതിശക്തമായ ചൂടിലേക്കാണ് ഇബ്രാഹിം നബി എടുത്തിടപ്പെടുന്നത്. ഇബ്രാഹിം നബിക്ക് ഒരു കുസലില്ലല്ലോ. ഹസ്ബിയല്ലാഹു വനിഅ്മൽ വകീൽ, അതാണ് ആകെ തീനിയും വരും. നമ്രൂദുമാരും ഇനിയും വരും. പക്ഷെ ഉണ്ടാവേണ്ടത് ഇബ്രാഹിമിന്റെ മക്കൾ ഇവിടെ അതുണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇബ്രാഹിമി ദർശനത്തിൽ മുന്നോട്ട് പോവാൻ ദുനിയാവ് നമുക്കൊരു പ്രശ്നമാവരുത്. എല്ലാ വെള്ളിയാഴ്ചതല്ലേ ഓർമ്മപ്പെടുത്തുന്നത്? ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. നാട്ടിലുള്ള സകല ആണുങ്ങളെയും പള്ളിയിൽ വിളിച്ചു കൂട്ടിയിട്ട് ഉസ്താദ് ഓതി കൊടുക്കുന്നത് ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ദുനിയാവിനെ തെരഞ്ഞെടുക്കണ്ട കേട്ടോ, ജീവിച്ചോളൂ. ജീവിക്കാം. കപ്പലിനോടാനുള്ള വെള്ളം പോലെ ദുനിയാവിനെ കണ്ടാ മതി. കപ്പലിനോടാനുള്ള വെള്ളം, ആ വെള്ളം ഉള്ളിലേക്ക് കയറിയാൽ കപ്പൽ മുങ്ങും. അതേപോലെ ദുനിയാവ് ഉള്ളിലേക്ക് കയറിയാൽ നമ്മളും മുങ്ങും. ദുനിയാവിനെ നിങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ട. ആഖിറമാണ് ഉത്തമമായത്, എന്നെന്നും അവശേഷിക്കുന്നതും. ഇത് പറഞ്ഞ അടുത്തായത് എന്താ? ഇന്നഹാദാ ലഫി സുഹുഫിൽ ഊലാ. നിങ്ങളെ ഖുർആനിൽ മാത്രമല്ല, മുൻഗാമികളുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഈ മുൻഗാമികൾ? സുഹുഫി ഇബ്രാഹീമ വ മൂസാ. ഇബ്രാഹിം നബിയുടെ കിതാബിൽ അതുണ്ട്, മൂസാ നബിയുടെ കിതാബിൽ അതുണ്ട്. എല്ലാവർക്കും ഇതേ ദർശനം പറഞ്ഞു കൊടുത്തതാണ്. അവരൊക്കെ കാലത്തിന്റെ തിരശീലക്കപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ആ തിരശീല അകഞ്ഞു മാറ്റി അവർ വരുന്നുണ്ട് നാളെ മഹ്ശറിൽ. അപ്പൊ നമുക്കും കാണാം. അല്ലാഹു ആ മാർഗത്തിൽ നിൽക്കുന്ന നേരത്ത് റബ്ബിന്റെ മാർഗത്തിൽ അചഞ്ചലമായി നിലകൊണ്ട മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ദുനിയാവ് ഒരു പ്രശ്നമാകരുത്. നമ്മളുടെ മുന്നിൽ ജീവിക്കാനുള്ള വകഭേദം അല്ലാഹു നമുക്ക് നിർണയിച്ചു തന്നത് ഹൈറായ രൂപത്തിൽ, ഹലാലായ രൂപത്തിൽ, ഹറാം ബാധിക്കാതെ അനുഭവിക്കുക, മറ്റുള്ളവർക്ക് പരമാവധി ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചു കൊടുക്കുക. വെറും കൈയോടെ വന്നവരാണ് നമ്മൾ. വെറും കൈയോടെ തന്നെ പോകേണ്ടി വരും. കയ്യിൽ അണിയിച്ചിരിക്കുന്ന മോതിരം വരെ ഊരിക്കൊണ്ടുപോകും, കാതിൽ അണിയിച്ച കമ്മൽ വരെ ഊരിക്കൊണ്ടുപോകും. കുറെ ഡോക്യുമെന്റ് നമ്മുടെ പേരിലുണ്ട്, ആധാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഓണർഷിപ്പ് മാറ്റി വേറെ ആൾ ഏറ്റെടുക്കും. കിടക്കുന്ന കട്ടില് വേറെ ആൾ വരും. എല്ലാത്തിനും അവകാശങ്ങൾ വരും. വെറും കൈയോടെ നമ്മൾ പോകും. ആ ഉത്തമമായ അവശേഷിക്കുന്ന സ്വർഗത്തിലേക്ക് നടക്കാൻ, അല്ലാഹു സന്തോഷത്തോടെ അങ്ങോട്ട് ചെല്ലാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദുൽഹിജ്ജ അതിനൊരുങ്ങാനുള്ള അവസരമാണ്. അയ്യാമുൽ അശ്ർ മുത്തുനബി പറഞ്ഞത് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ട 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ചേർത്ത് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.